ലോകത്തിലെ ഏറ്റവും വില കൂടിയ 10 യാച്ചുകൾ. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വിലയുള്ള 10 യാച്ചുകൾ, കപ്പലുകൾ ഏതൊക്കെ എന്നാണ്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ 10ാമതായിട്ട് വരുന്നത് കോരു സെയിലിംഗ് യാച്ച്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസിന്റെ യാച്ചാണിത്. 127 മീറ്റർ നീളവും 70 മീറ്ററിലധികം ഉയരവുമുള്ള ഒരു വലിയ യാച്ചാണിത്. സ്വിമ്മിംഗ് പൂൾ, തിയേറ്റർ, ജിം റൂം, 5 സ്റ്റാർ ഹോട്ടൽ എന്നിവയെല്ലാം ഇതിനകത്തുണ്ട്. അവസാനമായി ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $500 മില്യൺ അഥവാ 4700 കോടി രൂപയോളമാണ്. 9ാമതായിട്ട് വരുന്നത് ടോപ്പസ് A+ യാച്ച്. ആദ്യം തന്നെ ഇതിന്റെ വിലയൊന്ന് പറയുകയാണെങ്കിൽ ഏകദേശം $527 മില്യൺ അഥവാ 5000 കോടി രൂപയോളമാണ്. UAE വൈസ് പ്രസിഡന്റ് ആയ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാന്റെ യാച്ചാണിത്. 147 മീറ്ററിലധികം നീളമുള്ള ഈ യാച്ചിനുള്ളിൽ 2 സ്വിമ്മിംഗ് പൂളുകൾ, 2 ഹെലിപാഡുകൾ, ജിം റൂം, സിനിമ തിയേറ്റർ, വലിയൊരു ബീച്ച് ക്ലബ്ബ് എന്നിവയെല്ലാം ഉണ്ട്. 8ാമതായിട്ട് വരുന്നത് അൽ സെയ്ദ്. 2008 ജർമ്മനിയിൽ നിർമ്മിച്ച ഈ ആഡംബര കപ്പൽ ഇന്ന് ഒമാൻ സുൽത്താനായ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. 155 മീറ്ററിലധികം നീളമുള്ള 15000-ലധികം ടൺ ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലുതും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജകീയ യാച്ചുകളിൽ ഒന്നാണിത്. 174-ലധികം ആളുകളെ വരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതിന്റെ നിലവിലെ വില എന്ന് പറയുന്നത് $600 മില്യൺ അഥവാ 5700 കോടി രൂപയോളമാണ്. 7ാമതായിട്ട് വരുന്നത് സെറീൻ യാച്ച്. 2011 ഇറ്റലിയിൽ വെച്ച് നിർമ്മിച്ച ഒരു ആഡംബര കപ്പൽ യാച്ചാണിത്. നിലവിൽ ഇത് സൗദി രാജാവായ മുഹമ്മദ് ബിൻ സൽമാന്റെ ഉടമസ്ഥയിലാണ്. 60-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതിനകത്ത് 2 സ്വിമ്മിംഗ് പൂളുകൾ, ഒരു സ്നോ റൂം, 2 ഹെലിപാഡുകൾ, ഒരു അണ്ടർ വാട്ടർ വ്യൂവിംഗ് റൂമും ഇതിനകത്തുണ്ട്. അവസാനമായി ഇതിന്റെ വിലയൊന്ന് പറയുകയാണെങ്കിൽ $610 മില്യൺ അഥവാ 5819 കോടി രൂപയോളമാണ്. 6ാമതായിട്ട് വരുന്നത് അസാം. 180 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പ്രൈവറ്റ് യാച്ചാണിത്. ഒരുപാടധികം ആഡംബര സൗകര്യങ്ങൾ അടങ്ങിയ ഈ യാച്ചിന്റെ വിലയൊന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $630 മില്യൺ അഥവാ 6000 കോടി രൂപയോളമാണ്. സ്വന്തമായി മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉള്ള, അതുപോലെ പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫ് യാച്ചാണിത്. ഇതൊന്നും കൂടാതെ 2 വലിയ ഹെലിപാഡുകൾ, സിനിമ തിയേറ്റർ, 5 സ്റ്റാർ ഹോട്ടൽ, വിശാലമേറിയ ഒരു മസാജ് റൂം എന്നിവയെല്ലാം ഇതിനകത്തുണ്ട്. നിലവിൽ ഈ യാച്ച് അബുദാബിയുടെ റൂളറായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹിയാന്റെ ഉടമസ്ഥയിലുള്ളതാണ്. 5ാമതായിട്ട് വരുന്നത് ദുബായ് യാച്ച്. പേര് പോലെ തന്നെ ഇത് UAE പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഒഴുകുന്ന സ്വർണ്ണ കൊട്ടാരം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിറം മാറുന്ന സ്റ്റെപ്പുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ഹെലിപാഡ് സൗകര്യം, ഡിസ്കോ ക്ലബ്ബ്, മൂവി തിയേറ്റർ, ഗസ്റ്റുകൾക്കായിട്ടുള്ള പ്രത്യേകം ആഡംബര റൂമുകൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. നിലവിൽ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏറെക്കുറെ $700 മില്യൺ അഥവാ 6600 കോടി രൂപയോളമാണ്. 4ാമതായിട്ട് വരുന്നത് ദിൽബാർ യാച്ച്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണിത്. 180 ക്യൂബിക് മീറ്റർ വലിപ്പമുള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂള് തന്നെ ഇതിനകത്തുണ്ട്. അതുകൂടാതെ 2ഓളം വരുന്ന വലിയ ഹെലിപാഡ് സൗകര്യം, ഗസ്റ്റ് റൂം, മൂവി തിയേറ്റർ എന്നിവയെല്ലാം ഇതിനകത്ത് കാണാനാകും. അവസാനമായി ഇതിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $800 മില്യൺ അഥവാ 7600 കോടി രൂപയോളമാണ്. 3ാമതായിട്ട് വരുന്നത് സ്ട്രീറ്റ്സ് ഓഫ് മൊണാക്കോ. പേര് പോലെ തന്നെ യാച്ച് ദ്വീപ് എന്ന ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഒരു ആഡംബര യാച്ചാണിത്. 185 മീറ്ററോളം നീളമുള്ള ഇത് കടലിൽ ചെറിയൊരു മിനി ഫ്ലോട്ടിംഗ് സിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാടധികം ആഡംബര സൗകര്യങ്ങൾ അടങ്ങിയ ഇതിന്റെ നിലവിലത്തെ മൂല്യം എന്ന് പറയുന്നത് $1 ബില്യൺ അഥവാ 9500 കോടി രൂപയോളമാണ്. 2ാമതായിട്ട് വരുന്നത് എക്ലിപ്സ് യാച്ച്. 2010 കാലത്ത് ഏറ്റവും നീളം കൂടിയ യാച്ച് എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇതിനായിരുന്നു. റഷ്യൻ കോടീശ്വരനായ റോമൻ അബ്രോമിച്ചിന്റേതാണ് നിലവിൽ ഈ യാച്ച്. ബുള്ളറ്റ് പ്രൂഫ് സൗകര്യങ്ങളുള്ള ഇതിനകത്ത് 2ഓളം വരുന്ന സ്വിമ്മിംഗ് പൂളുകൾ, 1-ലധികം ക്ലബ്ബുകൾ, ഒരു വലിയ മസാജ് ഏരിയ, സിനിമ തിയേറ്റർ, ഒരു ഡിസ്കോ ഹോള് എന്നിവയെല്ലാം കാണാനാകും. നിലവിലെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം $1.4 ബില്യൺ അഥവാ 13000 കോടി രൂപയോളമാണ്. 1ാമതായിട്ട് വരുന്നത് ഹിസ്റ്ററി സുപ്രീം. ആദ്യം തന്നെ ഇതിന്റെ വില മൂല്യം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം $4.8 ബില്യൺ അഥവാ 45000 കോടി രൂപയോളമാണ്. വെറും 100 അടി മാത്രം നീളമുള്ള ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1,00,000 കിലോഗ്രാമോളം വരുന്ന സ്വർണവും പ്ലാറ്റിനവും ഉപയോഗിച്ചാണ്
ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ദിനോസറിന്റെ അസ്ഥി ഉപയോഗിച്ച് നിർമ്മിച്ച കൊത്തുപണികൾ, 18 ക്യാരറ്റോളം വരുന്ന വജ്രം ഉപയോഗിച്ച് അലങ്കരിച്ച ഒരു മദ്യക്കുപ്പി, ഇതൊക്കെ ഇതിനകത്ത് കാണാനാകും. നിലവിൽ ഇതിന്റെ ഉടമയുടെ പേര് ഇന്നും കൃത്യമായി പുറത്തു വിട്ടിട്ടില്ല. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ ഇന്റർനെറ്റിൽ നിന്നും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.